ഹായ് വെൽക്കം ടു എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് യൂട്യൂബ് കമൻറ്റ്സ് സെറ്റിങ്സിൽ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഏകദേശം 87,49,977 യൂട്യൂബ് ചാനലുകളാണ് ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം ഇവിടെ റിമൂവ് ആയിരിക്കുന്നു. അതിനായിട്ടുള്ള മെയിൻ റീസൺ ഇവിടെ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് സ്പാമായിട്ടുള്ള ചാനൽസ്, അഡൽട്ട് സെക്ഷൽ കണ്ടൻറ്റ് വയലേഷൻ എന്നിങ്ങനെയുള്ള റീസണാണ്. നമ്മൾ വ്യക്തമായിട്ട് എന്താണ് ഈ സ്പാം മെസ്സേജ്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഏകദേശം 64,87,896 വീഡിയോസാണ് റിമൂവ് ചെയ്തിരിക്കുന്നതായിട്ട് ഇവിടെ ഡേറ്റാസിൽ കാണിക്കുന്നത്. ചിലരുടെ വീഡിയോസിൽ കമൻറ്റ് സെക്ഷനെ ഓഫ് ആയിരിക്കും, മോശമായിട്ടുള്ള കമൻറ്റുകൾ വരുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് കമൻറ്റ്സ് സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു കമൻറ്റ്സുകളെല്ലാം ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ആവശ്യമില്ലാത്ത കമൻ്റ് ആണെന്ന് തോന്നുമെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ക്ലിക്കിലൂടെ നമുക്കത് റിമൂവ് ചെയ്ത് ഈസി ആയിട്ട് കളയാവുന്നതാണ്. നമ്മുടെ വീഡിയോയിൽ ഒരു മോശമായിട്ടുള്ള ഒരു കമൻറ്റ് വന്നു അല്ലെങ്കിൽ ഒരു സ്പാം മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഈ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനുള്ള റീസൺ വ്യക്തമായി കൊടുത്തതിന് ശേഷം നമുക്കതിനെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യൂട്യൂബ് എന്താണ് ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് അതിനെ വിലയിരുത്തും. എന്താണ് അതിനുള്ള റീസൺ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് കറക്റ്റായിട്ടുള്ള നടപടി യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കും. അതേസമയം യൂട്യൂബിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കരുതി നമ്മൾ യൂട്യൂബ് ക്രിയേറ്റർ ആവട്ടെ അല്ലെങ്കിൽ ഒരു വ്യൂവർ ആവട്ടെ ഏതെങ്കിലുമൊക്കെ ചാനലുകൾ പോയി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്, ഒരു റീസണും ഇല്ലാതെ തെറ്റായിട്ട് ആരാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്കെതിരെ യൂട്യൂബ് നടപടി എടുക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട് എങ്കിൽ മാത്രം ചെയ്യുക. യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പബ്ലിക്, പ്രൈവറ്റ്, അൺലിസ്റ്റഡ് എന്നിങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ നമ്മൾ ആ ഒരു വീഡിയോ പബ്ലിക് ആക്കി കഴിഞ്ഞാൽ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് ആ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്ക് കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ചില വ്യക്തികൾ, ചില ചാനലുകളിൽ നിന്നും നമുക്കെതിരായിട്ട് മോശമായിട്ടുള്ള കമൻറ്റുകൾ സ്ഥിരമായി വരുന്നു എങ്കിൽ നമുക്കവരെ വ്യൂ ചെയ്യുന്നതിൽ നിന്ന് നമുക്കവരെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല. ആ ഒരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫെസിലിറ്റിയാണ് അവർ ചെയ്യുന്നതായിട്ടുള്ള കമൻറ്റുകൾ നമുക്ക് ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്കവരെ മോശം കമൻറ്റുകൾ ബ്ലോക്ക് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 48 hours അവർ മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ കമൻസുകളും നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് ഹൈഡ് ആവുന്നതാണ്. പിന്നീട് അവർ ചെയ്യുന്ന ഒരു കമൻസും നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ വരുന്നതല്ല. ഇങ്ങനെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്നു, നമ്മൾ ഹൈഡ് ചെയ്ത് ഒരുപാട് ചാനലുകൾ, അത് ഏതൊക്കെയാണെന്ന് അറിയാൻ കഴിയില്ല. ഇനി രണ്ടാമത് നടക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് അവരുടെ ചാനൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനൽ നെയിം സെർച്ച് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ പോയിട്ട് മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈഡ് ചെയ്യാം, അവരുടെ ചാനലുകൾ അൺഹൈഡ് ചെയ്യാനും കഴിയും. ഇപ്പോൾ നമ്മൾ ഒരുപാട് ചാനലുകൾ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഹൈഡ് ചെയ്ത് വെച്ചു, പിന്നീട് നമുക്ക് അവരെ ഹൈഡിൽ നിന്ന് മാറ്റണം, അൺഹൈഡ് ചെയ്യണം എന്ന് നമുക്ക് തോന്നിയാൽ അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈ ഡൗൺ സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന സെറ്റിങ്സ് എന്ന ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാണുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു ടാബിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഓട്ടോമേറ്റഡ് ഫിൽറ്റേഴ്സിൽ ഹിഡൻ യൂസേഴ്സ് എന്ന് പറയുന്ന ആ ഭാഗമുണ്ട്. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ചാനലുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് കോപ്പി ചെയ്തുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എൻ്റർ ചെയ്ത് ആ ചാനൽ സേവ് ചെയ്ത് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഹിഡനായിട്ടുള്ള ഏതൊക്കെ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഈ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്കതിനെ അൺഹൈഡിലേക്ക് ചെയ്യാവുന്നതുമാണ്. ഇനി നമുക്ക് ഓട്ടോമേറ്റഡ് ഫിൽറ്റേഴ്സിലെ മറ്റ് സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ലൈവ് ചാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കമൻറ്റ് സെറ്റിങ്സ് ഇതിൽ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 2 ടൈപ്പ് ഓഫ് മോഡറേറ്റേഴ്സ് ഉണ്ട്. അതായത് സ്റ്റാൻഡേർഡ് മോഡറേറ്ററും ഉണ്ട്, മാനേജിങ് മോഡറേറ്ററും ഉണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയാണ് സ്റ്റാൻഡേർഡ് മോഡറേറ്ററായിട്ടോ അല്ലെങ്കിൽ മാനേജർ മോഡറേറ്ററായിട്ടോ ആരെയാണ് നമുക്കവിടെ കൊടുക്കേണ്ടത്, അവരുടെ ചാനൽ ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് ഏത് മോഡറേറ്ററാണ് ആവശ്യം അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതാണ് ലൈവ് ചാറ്റിൽ. ഇതിൽ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എന്നുകൊണ്ട് അവരുടെ പവേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് കമൻസിൽ എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ ഒഫൻസീവ് കണ്ടൻറ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യാനും മറ്റുള്ളതും പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും യൂസേഴ്സിനെ ഒരു 5 മിനിറ്റ്സ് നേരത്തേക്ക് നമുക്ക് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടൈം ഡിലേ കൊടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അവർക്കത് ചെയ്യാവുന്നതാണ്. അതുപോലെ ഹൈഡ് ചെയ്യാം യൂസേഴ്സിനെ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡറേറ്ററിന് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ മാനേജിങ് മോഡറേറ്ററിന് കുറച്ചുകൂടി പവറുണ്ട്. അവർക്ക് ലൈവ് ചാറ്റ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതുപോലെ പാർട്ടിസിപ്പേഷൻ മോഡ്, സബ്സ്ക്രൈബർ ഓൺലി മെമ്പേഴ്സ്, ലൈവ് കമൻട്രി എന്നിങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ മെസ്സേജ് അയക്കുന്നതിന് മറ്റുള്ളവർക്ക് ഡിലേ ടൈം കൊടുക്കാം. അതുപോലെ ഏതെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള വേർഡ്സുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ വേർഡ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജിങ് മോഡറേറ്ററിന് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യാനുള്ളത്, മാനേജിങ് മോഡറേറ്ററിന് ലൈവ് കൺട്രോൾ റൂമിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്കോ ആക്സസ് ചെയ്യാൻ കഴിയുന്നതല്ല. ഇനി അടുത്തതായിട്ടുള്ള സെറ്റിംഗ്സ് ആണ് അപ്രൂവ്ഡ് യൂസേഴ്സ്. അപ്രൂവ്ഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമായിട്ടുള്ള ഏതെങ്കിലും ഒരു ചാനൽ ഉണ്ടെങ്കിൽ അവരുടെ ചാനൽ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മുടെ വീഡിയോയ്ക്ക് ചെയ്യുന്നതായിട്ടുള്ള കമൻറ്റ്സ് ഫിൽട്ടർ ഒന്നും ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇനിയുള്ളത് ബ്ലോക്ക്ഡ് വേർഡ്സ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മോശമായി വരുന്ന കമൻറ്റുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നോട്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് ആ കമൻറ്റുകൾ, ആ വേർഡ്സുകൾ നമുക്ക് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതൊരാളാണ് ഇതുപോലുള്ള കമൻറ്റ്സ് ഇടാൻ വേണ്ടി നോക്കുന്നത് അവരുടെ എല്ലാം ആ വേർഡ്സ് നമ്മുടെ കമൻറ്റിലേക്ക് വരുന്നതല്ല. ഇവിടെ കൊടുത്തിട്ടുള്ള മറ്റൊരു സെറ്റിങ്സാണ് URL ലൈവ് ചാറ്റിൽ നിന്ന് ഓൾറെഡി ബ്ലോക്ക്ഡ് ആണ്. പിന്നെയുള്ളത് നമ്മുടെ കമൻറ്റിൽ വരുന്നതായിട്ടുള്ള ഹാഷ്ടാഗ്, ഇതൊക്കെ ഹെൽഡ് ഫോർ റിവ്യൂ ആയിട്ട് മാറുന്നതാണ്. ഇവിടെ എനിക്ക് പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്കുമാണ്. ഞാനൊരാൾ ഇതുപോലെ ലൈവ് ചാറ്റിൽ വന്നപ്പോൾ അവരുടെ വീഡിയോസിൽ ഒരു ഹാഷ്ടാഗിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഹാഷ്ടാഗുകളെല്ലാം ഇങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അവർക്കത് പറഞ്ഞു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കമൻസുകളെല്ലാം പിന്നീട് പോസ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ബ്ലോക്കായി. പെട്ടെന്നൊരു പോപ്പപ്പ് മെസ്സേജ് വന്നു, ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെന്ന്. പിന്നീട് ഞാൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. എന്നിരുന്നാലും ഇപ്പോഴും എനിക്ക് ആ ബ്ലോക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതൊരാളുടെയും കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഹാഷ്ടാഗുകൾ ഉള്ള കമൻറ്റുകൾ നിങ്ങൾ ഇടരുത്. ഇനി നമുക്ക് ഈ കമൻറ്റിലെ ഡിഫോൾട്ട് സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പറയുന്ന എല്ലാ സെറ്റിങ്സും നമ്മൾ നോക്കണം. നോക്കിയാൽ മാത്രമേ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിടുന്ന മെസ്സേജസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്പാം ആവുന്നു അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇഷ്യൂ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ സെറ്റിങ്സ് എല്ലാം മനസ്സിലാക്കിയേ പറ്റൂ. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ സെറ്റിങ്സ് എല്ലാം ഓരോ ചാനലുകളിലും അതിൻ്റെ ഓണേഴ്സ് അവരുടെ പ്രൈവസി അനുസരിച്ച് പല രീതിയിലാണ് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കിഡ്സ് ചാനലാണെങ്കിൽ അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കമൻറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ ഫസ്റ്റ് കാണുന്നതാണ് അലോ കമൻറ്റ്സ്. ഇതുകൊണ്ട് ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എല്ലാ കമൻറ്റുകളും നമുക്ക് വരുന്നതാണ്. പക്ഷേ ഇവിടെയും യൂട്യൂബ് ഒരു ക്രിയേറ്ററിൻ്റെ സുരക്ഷയും അതുപോലെ വ്യൂവേഴ്സിൻ്റെ സുരക്ഷയും മുൻനിർത്തിക്കൊണ്ട് യൂട്യൂബ് എന്ത് ചെയ്യും, അവിടെയും നമ്മുടെ കമൻസുകളെ ഫിൽറ്റർ ചെയ്യും. ഇനി ഈ ഫിൽറ്റർ ചെയ്യുന്ന കമൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ യൂട്യൂബ് ആദ്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നു, സെൽഫ് പ്രൊമോഷൻ മെസ്സേജസ് എല്ലാം സ്പാം ആയിട്ട് മാറും. അതായത് ഞാൻ ഉൾപ്പെടെ ചെയ്തു പോയ ഒരു മിസ്റ്റേക്കാണ്. ഒരിക്കലും മറ്റൊരാളുടെ ചാനലിൽ പോയിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ ന്യൂ ഫ്രണ്ടാണ് സപ്പോർട്ട് ചെയ്യൂ, ഇങ്ങനെയുള്ള മെസ്സേജുകൾ, സെൽഫ് പ്രൊമോഷനായിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക തന്നെ വേണം. നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്, നമ്മളെ വീഡിയോയിൽ കൂടെ നമുക്കത് പറയാം. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കമൻറ്റ് ബോക്സിൽ പോയി ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു വ്യൂവറിന് ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, അവർ സബ്സ്ക്രൈബും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ സെൽഫ് പ്രൊമോഷൻ പിന്നീട് പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്ന മെസ്സേജുകളും ഇവിടെ സ്പാമായി മാറുമെന്ന് വ്യക്തമായിട്ട് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ചിബറിഷ്. ഇത് കറക്റ്റായിട്ട് പ്രൊണൗൺസിയേഷൻ അതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ലാത്ത വേർഡ്സ്, അതായത് ഒരർത്ഥവുമില്ല, എന്തെങ്കിലും ഒന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജ് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്സ് കാരണം എന്തെങ്കിലുമൊക്കെ വേർഡ്സുകൾ ഇങ്ങനെ വരുന്നു. ഇതൊക്കെ എന്താണ്, സ്പാമായി മാറും. ചിലപ്പോൾ കുട്ടികളൊക്കെ ഫോൺ എടുത്ത് വെച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അർത്ഥമില്ലാത്ത ലെറ്റേഴ്സൊക്കെ വേർഡ്സായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് സ്പാമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കൊടുത്തിരിക്കുന്നത് പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമൻറ്റ്സ്, അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ വീഡിയോയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കമൻറ്റ്സ്, അങ്ങനെയുള്ള കമൻസുകളും സ്പാമായി മാറുന്നതാണ്. ഇനി നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ആവർത്തിച്ചിട്ടുള്ള കമൻസുകളുണ്ട്, അതും സ്പാമായി മാറുമെന്ന് ഇവിടെ യൂട്യൂബ് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ആ മെസ്സേജ് പോയില്ല എന്ന് നമ്മൾ കരുതി പിന്നെയും അത് പോസ്റ്റ് ചെയ്യും. ചിലപ്പോൾ അത് ഫസ്റ്റ് സ്പാമായി പോയി കാണും, പിന്നെ രണ്ടാമത് പോസ്റ്റ് ചെയ്യും, മൂന്നാമത് പോസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ റിപ്പീറ്റായിട്ട് വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്ത് പ്രോബ്ലംസ് സിവിയർ ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള യൂട്യൂബ് വീഡിയോസിലൊക്കെ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്തു, ആ സെയിം കമൻറ്റ് തന്നെ വീണ്ടും റീപോസ്റ്റ് ചെയ്യുകയാണ് അവരുടെ സെയിം വീഡിയോസിൽ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് ആവർത്തിച്ചിട്ടുള്ള കമൻറ്റുകളിൽ പെടുന്നതാണ്. അതൊക്കെ സ്പാമായി മാറാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഈ കാണുന്ന കമൻറ്റ് സെറ്റിങ്സ് എടുക്കുക. ഇവിടെ നമുക്ക് നമ്മൾ ചെയ്തതായിട്ടുള്ള കമൻസുകൾ ഓൾഡസ്റ്റ്, ന്യൂവസ്റ്റ്, അതുപോലെ സബ്സ്ക്രൈബർ കൗണ്ട് ഇങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് വളരെ ഈസി ആയിട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് കാണുന്ന ഒരു ഇതാണ് ഹെൽഡ് ഫോർ റിവ്യൂ. ഈ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള സ്പാം മെസ്സേജസ് എല്ലാം ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ എൻ്റെ ചാനലിലും ഒരുപാട് സ്പാം മെസ്സേജസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും മറ്റുള്ളവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ മെസ്സേജസ് ഒന്നും കാണിക്കുന്നില്ല. സെക്യൂരിറ്റി പർപ്പസ് വെച്ചിട്ടും അതിന് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും എനിക്ക് അതിൽ വന്നിരിക്കുന്ന ഏറെക്കുറെയുള്ള മെസ്സേജസ് എല്ലാം സെൽഫ് പ്രൊമോഷനായിട്ടുള്ള മെസ്സേജസ് ആണ്. നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിൽ ഇതുപോലെ ഹെൽഡ് ഫോർ റിവ്യൂ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ മെസ്സേജസ് എല്ലാം വെരിഫൈ ചെയ്യുക. അത് സ്പാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്പാം അല്ല എന്നുള്ളത് നമുക്ക് കൊടുത്തുകൊണ്ട് ആ കമൻസിനെ നമുക്കത് തിരിച്ച് വീണ്ടും കമൻറ്റ് ബോക്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ വരുന്ന സ്പാം മെസ്സേജസ് 60 ദിവസം വരെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു പേജിൽ കാണുന്നതാണ്. ഈ രണ്ടാമത്തെ സെറ്റിങ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ വരുന്ന കമൻസുകൾ പ്രോപ്പർ അല്ല എങ്കിൽ അത് റിവ്യൂ ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു കമൻസുകൾ പോസ്റ്റ് ആവുകയുള്ളൂ. ഇനി അതിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇൻക്രീസ് സ്ട്രിക്ട്നെസ്. അതായത് വളരെയധികം സ്ട്രിക്റ്റോട് കൂടി തന്നെ ആ ഒരു കമൻസിനെ വെരിഫൈ ചെയ്യും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വരുന്ന എല്ലാ കമൻസുകളും നമ്മൾ റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ, അത് അക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ആ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ആവുകയുള്ളൂ. നാലാമത്തെ ഓപ്ഷൻ എല്ലാവർക്കും അറിയാം, ഡിസേബിൾ കമൻറ്റാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റുകളൊന്നും നമ്മുടെ ഇതിനകത്ത് വരത്തില്ല. ഇനി റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ഒരു കമൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും കമൻറ്റുകൾ ലൈവ് ചാറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ റിവ്യൂവിന് വേണ്ടി അത് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് അത്. ഇതെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ സേവ് ചെയ്താൽ മതി. ഏതാണ് ഓപ്ഷൻ, നിങ്ങളുടെ പ്രൈവസി നോക്കിയതിന് ശേഷം ഏത് ഓപ്ഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് സേവ് ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം ജനറൽ സെലക്ട് ചെയ്യുക. ഇവിടെ റെസ്ട്രിക്റ്റഡ് മോഡ് ആണ്, ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കുക. റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ആണ് എങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോയ്ക്ക് കമൻറ്റ് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. ഈ ഒരു സെറ്റിങ്സും കൂടെ നിങ്ങൾ ഓൺ ആണോ ഓഫ് ആണോ എന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഫോളോ അപ്പ് ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങളുടെ മെസ്സേജസ് സ്പാം ആവുന്നത്, അതുപോലെ എന്താണ് ഇഷ്യൂസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏകദേശം 99% ഇതുപോലുള്ള സെറ്റിങ്സും കാര്യങ്ങളിലും സ്പാമായി പോകുന്നതാണ്. അല്ലാതെ ടെക്നിക്കലായിട്ടുള്ള എറേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്. ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാകാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കറിയാത്ത കാര്യങ്ങളുണ്ട് എങ്കിൽ, മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്കതെൻ്റെ കമൻറ്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെയുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ ചാനലുകളും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു, ബൈ.